ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെങ്ങിൻ തൈകളും പച്ചക്കറി തൈകളും വിതരണം ചെയ്തു. കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ റവറൻഡ് ഫാദർ ഡോക്ടർ അഗസ്റ്റിൻ കടേപ്പറമ്പിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എറണാകുളം MP ഹൈബി ഡൻ തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായാണ് തെങ്ങിൻ തൈകളും പച്ചക്കറി തൈകളും വിതരണം ചെയ്തത്. കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ റവറൻഡ് ഫാദർ ഡോക്ടർ അഗസ്റ്റിൻ കടേപ്പറമ്പിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എറണാകുളം MP ഹൈബി ഡൻ തെങ്ങ് പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഒരു ചിത്രം മാധ്യമങ്ങളിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാവരും വൃക്ഷത്തൈകൾ നൽകുക എന്നുള്ളതാണ്. അതിൽ എത്ര വൃക്ഷത്തൈകൾ അടുത്ത പരിസ്ഥിതി ദിനത്തിൽ ഉണ്ടാവും എന്ന് നമുക്കറിയില്ല. ഞാനും ഇന്നലെ കുറച്ച് കണിക്കൊന്നകൾ നമ്മുടെ കണ്ടെയ്നർ ടെർമിനൽ റോഡിൽ ഹാപ്പിനെസ് സർക്കിൾ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ നട്ടിരുന്നു. അവിടെ റെമീഡിയൻ മുഴുവൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടു കൂടിയാണ് അത് സ്ഥാപിച്ചത്. ഈ ക്യാമ്പസിൻ്റെ ഒരു പ്രത്യേകത അച്ഛൻ സൂചിപ്പിച്ചു. നമ്മുടെ മനസ്സിന് കുളിർമ നൽകുന്ന ഒരു ക്യാമ്പസാണ്. വളരെ ഗ്രീനാണ്, വളരെ ക്ലീനാണ്. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ബൈബിളിൽ പരിസ്ഥിതിയുടെ വലിയ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു. പരിസ്ഥിതിയിൽ നിന്ന് തുടങ്ങുന്ന ഒരു ഗ്രന്ഥമാണ് ബൈബിൾ എന്നുള്ളതും സവിശേഷമായ ഒരു കാര്യമാണ്. നമ്മുടെ പരിസ്ഥിതിയിൽ വരുന്ന അപകടകരമായ മാറ്റങ്ങളെക്കുറിച്ചും പ്രകൃതി ചൂഷണത്തെപ്പറ്റിയും ഉദ്ഘാടന പ്രസംഗത്തിലൂടെ ഹൈബി ഡൻ സംസാരിച്ചു. വരും തലമുറയ്ക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കേണ്ട ഉത്തരവാദിത്തമാണ് പരിസ്ഥിതി ദിനത്തിലൂടെ നാം ചെയ്യേണ്ടതെന്ന് അധ്യക്ഷ പ്രസംഗത്തിലൂടെ റവറൻഡ് ഫാദർ അഗസ്റ്റിൻ കടേപ്പറമ്പിൽ ഓർമ്മപ്പെടുത്തി. ഇറങ്ങിയിട്ട് 10 വർഷങ്ങൾ തികയുകയാണ്. ലൗദാത്തോ സി എന്ന് പറയുന്ന ഈ പുസ്തകം അത് ഫ്രാൻസിസ് പാപ്പയുടെ ചാക്രിക ലേഖനമാണ്. 2015 മെയ് മാസം 24-ാം തീയതിയാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. അന്ന് മുതൽ ഇന്ന് വരെ ഈ പുസ്തകം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായിട്ട് പ്രകൃതിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഭൂമിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 10ാമത്തെ വർഷത്തിൽ നമ്മളുടെ സോഷ്യൽ സൊസൈറ്റികളുടെ കൂട്ടായ്മയായ KSSSF ഫോറം പ്രധാനമായിട്ടും എടുത്തിരിക്കുന്നത് ഹോപ്പ് ആൻഡ് ആക്ട് വിത്ത് ക്രിയേഷൻ എന്നാണ്. ഈ ഒരു എൻസിക്ലിക്കലിൻ്റെ പശ്ചാത്തലത്തിൽ ഹോപ്പ് ആൻഡ് ആക്ട് വിത്ത് ക്രിയേഷൻ എന്നുള്ള ഒരു തീമാണ് എടുത്തിരിക്കുന്നത്. മലയാള മനോരമ റിപ്പോർട്ടർ സേവ്യർ രാജുവിനെ ആദരിച്ചു. കൊച്ചിൻ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവും കൊച്ചി 1ാം ഡിവിഷൻ കൗൺസിലറുമായ ആന്റണി കുരീത്തറ, കൊച്ചി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുൻ ചെയർപേഴ്സണും 26ാം ഡിവിഷൻ കൗൺസിലറുമായ ഷീബ ലാൽ, മനോരമ റിപ്പോർട്ടർ സേവ്യർ രാജു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നമുക്കറിയാം, ഇന്ന് വേൾഡ് എൻവയോൺമെന്റൽ ഡേ നമ്മളിന്ന് ആഘോഷിക്കുകയാണ്. ഇന്നലെയായിരുന്നു ഈ ഒരാഴ്ചക്കാലം വേൾഡ് എൻവയോൺമെന്റൽ ഡേയുടെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അതിൻ്റെ മെയിൻ മോട്ടോവും തീമും ബീറ്റ് ദ പ്ലാസ്റ്റിക് എന്നൊരു ബാനറിലാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, പ്ലാസ്റ്റിക് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷമതകൾ നമുക്കറിയാം. കടലിലായാലും കായലിലായാലും പരിസരത്തായാലും പ്ലാസ്റ്റിക് ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ആ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന ദൂഷ്യഫലങ്ങൾ നമുക്കറിയാം. ഇന്ന് കടലിലും കായലിലുമൊക്കെ മത്സ്യങ്ങൾ അത് കഴിച്ച് അപകടത്തിൽപ്പെടുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കാട്ടിലുള്ള മൃഗങ്ങൾ അത് കഴിച്ച് അപകടത്തിൽപ്പെടുന്നു. അങ്ങനെ ഒരു ഗുരുതരമായ സ്ഥിതിയിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് 2040 നമ്മൾ ഈ പ്ലാസ്റ്റിക്കിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയുമായിട്ടാണ് ഇന്നത്തെ ഈ വർഷത്തെ വേൾഡ് എൻവയോൺമെന്റൽ ഡേ സെലിബ്രേഷന് ഒരു മോട്ടോ, ഒരു തീമായിട്ടിട്ടുണ്ട്. യോഗത്തിൽ കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻഡ് ഫാദർ ജെഫിൻ ദാസ് കട്ടിക്കാട്ട് സ്വാഗതവും കോർഡിനേറ്റർ ലാലി സേവ്യർ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്